ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് കേരള PSC പരീക്ഷയിലെ കണക്കുമായി ബന്ധപ്പെടുത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബോഡ്മാസ്. നമുക്കറിയാം, ഏതൊരു കണക്ക് ടോപ്പിക്കായിട്ട് വരുന്ന PSC പരീക്ഷ എടുത്താലും അവിടെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ അതിൻ്റെ ഉത്തരത്തിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതിനു വേണ്ടി സഹായിക്കുന്ന ഒരു നിയമമാണ് ബോഡ്മാസ് എന്ന് പറയുന്ന നിയമം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ എന്താണ് ബോഡ്മാസ് എന്നും ഈ നിയമം ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാമെന്നുമാണ് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് നോക്കാം ബോഡ്മാസുമായിട്ട് ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ട ഒരു PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കണക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഡീഷൻ, അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിവയാണ്. ഏതൊരു മാത്സിലേക്ക് വന്നാലും അവിടെ അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയാം, അഡീഷൻ അറിഞ്ഞിരിക്കണം, സബ്സ്ട്രാക്ഷൻ അറിഞ്ഞിരിക്കണം, മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഡിവിഷനും അറിഞ്ഞിരിക്കണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാത്സിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് 9 × 2 എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്കറിയാം 18 അതേപോലെ അഡീഷൻ്റെ കേസ് ആണെങ്കിലും, അതുപോലെ സബ്സ്ട്രാക്ഷൻ്റെ കേസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഡിവിഷൻ്റെ കേസ് ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രോബ്ലം നമുക്ക് തരികയെന്ന് വിചാരിക്കുക. അതായത് ഡിവിഷനും അതുപോലെ തന്നെ ഇവിടെ ബ്രാക്കറ്റ്, സബ്സ്ട്രാക്ഷൻ, അഡീഷൻ, ഓഫ്, മൾട്ടിപ്ലിക്കേഷൻ എന്നിവയെല്ലാം ഒരുമിച്ച് ഉള്ള ഒരു പ്രോബ്ലം നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ വരും. എവിടെ നിന്ന് ആ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങണം എന്നത് നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ബോഡ്മാസ് എന്ന് പറയുന്ന നിയമം. ഈ നിയമം അറിയാമെങ്കിൽ എവിടെ നിന്ന് ഇത്തരത്തിലൊരു പ്രോബ്ലംസ് നമുക്ക് തരുമ്പോൾ ആ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ലഭ്യമാവുകയും കറക്റ്റായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ബോഡ്മാസ് എന്ന് പറയുന്ന നിയമത്തെക്കുറിച്ചാണ്. ഇത്തരത്തിൽ ഒരു പ്രോബ്ലം നമുക്ക് ലഭിക്കുമ്പോൾ എങ്ങനെ നമ്മൾ വളരെ വേഗത്തിൽ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താമെന്നുമാണ് നമ്മളിനി പഠിക്കുന്നത്. ബോഡ്മാസ് എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം BODMAS എന്നാണ്. ഇതിലെ ഓരോ അക്ഷരത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇവിടെ B എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ബ്രാക്കറ്റിനെയാണ്. B എന്ന് പറയുന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ബ്രാക്കറ്റിനെയാണ്. അതുപോലെ തന്നെ O എന്ന് പറയുന്നത് ഓഫിനെയാണ് സൂചിപ്പിക്കുന്നത്. D എന്ന് പറയുന്നത് ഡിവിഷനെയാണ്. M എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷനെയാണ്. A അഡീഷൻ, S എന്ന് പറയുന്നത് സബ്സ്ട്രാക്ഷൻ. നമ്മളെ ചോദ്യത്തിൽ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്നിവയെല്ലാം ഒരുമിച്ച് വരികയാണെങ്കിൽ എങ്ങനെയാണോ നമ്മൾ ബോഡ്മാസ് എന്ന് എഴുതുന്നത് BODMAS എന്ന രീതിയിലാണ് നമ്മൾ എഴുതുക. ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആ പ്രോബ്ലവും ചെയ്ത് തുടങ്ങേണ്ടത്. അതായത് B എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളെ പ്രോബ്ലത്തിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ പ്രോബ്ലത്തിൽ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മളെ പ്രോബ്ലത്തിൽ ഓഫ് എന്ന് പറയുന്നതുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഓഫിനാണ്. അവിടെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഡിവിഷനുള്ള ഭാഗത്തേക്ക് വരുന്നു, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷനുള്ള ഭാഗത്തേക്ക് വരുന്നു, അതിനുശേഷം അഡീഷനുള്ള ഭാഗത്തേക്ക് വരുന്നു, അതിനുശേഷം സബ്സ്ട്രാക്ഷനുള്ള ഭാഗത്തേക്ക് വരുന്നു, ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഈ ഒരു ഓർഡർ നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. ബ്രാക്കറ്റിൻ്റെ കേസിൽ 3 തരത്തിലുള്ള ബ്രാക്കറ്റാണ് പ്രധാനമായിട്ടും നമുക്ക് PSC പരീക്ഷകളിലൊക്കെ കാണാറുള്ളത്. ഒന്ന് സ്ക്വയർ ബ്രാക്കറ്റ്, മറ്റൊന്ന് കർലി ബ്രാക്കറ്റ്, പിന്നെ ഒന്ന് റൗണ്ട് ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും ചെറിയ ഒരു നിയമമുണ്ട്. ഇത്തരത്തിൽ 3 ബ്രാക്കറ്റുകളും ഒരുമിച്ച് ഒരു പ്രോബ്ലത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ഉള്ളിലായിട്ട് വരുന്നതായിരിക്കും റൗണ്ട് ബ്രാക്കറ്റ്, തുടർന്നായിരിക്കും കർലി ബ്രാക്കറ്റ്, അതിനും പുറത്തായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്. നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങേണ്ടത് റൗണ്ട് ബ്രാക്കറ്റിൽ നിന്നായിരിക്കണം. ഏറ്റവും ചെറിയ ബ്രാക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചെയ്തു തുടങ്ങേണ്ടത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അതിനുശേഷം ഈ കർലി ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യണം.
ഇതാണ് ബ്രാക്കറ്റിൻ്റെ കേസിലുള്ള ഓർഡർ. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഏറ്റവും ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തോട്ട് വരിക എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ബോഡ്മാസ് എന്ന് പറയുന്ന ഈ നിയമങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. അപ്പോൾ ഈ നിയമങ്ങൾ പഠിക്കാൻ വേണ്ടി നമുക്ക് 2 പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ബോഡ്മാസ് നിയമം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം ബോഡ്മാസ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഇക്വേഷനിൽ ബ്രാക്കറ്റ് ഉള്ളതിനാൽ തന്നെ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാൻ. ഇവിടെ 16ഉം 7ഉം കൂടെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു, 9 എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്നു. അതേപോലെ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുക 15 ഇൻറ്റു ഒരു റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 6 - 4 എന്ന് തന്നിരിക്കുന്നു. അവിടെ വീണ്ടും ഒരു ബോഡ്മാസ് നിയമം അവിടെ അപ്ലൈ ചെയ്യേണ്ട ഒരു അവസരം വീണ്ടും വരുന്നു. ബ്രാക്കറ്റിനുള്ളിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ബോഡ്മാസ് നിയമം അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഈ റൗണ്ട് ബ്രാക്കറ്റ് ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഇപ്പോൾ ഇവിടെ റൗണ്ട് ബ്രാക്കറ്റാണ്. ആ റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം 15നെ കൊണ്ട് ഗുണിക്കാനായിട്ട്. ഇവിടെയുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ 6 - 4 ചെയ്താൽ നമുക്കിവിടെ 2 കിട്ടും. ആ 2ഉം ഈ 15ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 30 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റപ്പെടും. അതായത് 27 / 9 + 1/2 ഓഫ് 30 - 5 × 2 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഇപ്പം ഇവിടെ ഒരു ഡിവിഷനുണ്ട്, ഇവിടെ ഒരു അഡീഷനുണ്ട്, ഇവിടെ ഒരു ഓഫ് ഉണ്ട്, ഇവിടെ ഒരു സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ബോഡ്മാസ് നിയമപ്രകാരം അഡീഷൻ, ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ, ഓഫ് ഒക്കെ വരുമ്പോൾ ഏറ്റവും മുന്തിയ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏതിനാണ്? ഓഫിനാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ഒരു PSC പരീക്ഷ സംബന്ധിച്ചിടത്തോളം ഓഫ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തുള്ള കാര്യങ്ങളാണ്. അതായത് 1/2 ഓഫ് 30 എന്ന് പറയുന്ന ഭാഗത്തുള്ള കാര്യമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ 1/2 × 30, ഞാൻ സിംപ്ലി ഇതൊരു മൾട്ടിപ്ലിക്കേഷനായിട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ 1/2 × 30 ചെയ്യുക. അപ്പം നമുക്ക് അവിടെ 15 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ 27 / 9 + 50 - 5 × 2 എന്നായിരുന്നു. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് നോക്കുക. ഇവിടെ ഒരു ഡിവിഷനുണ്ട്, ഇവിടെ ഒരു അഡീഷനുണ്ട്, ഇവിടെ ഒരു സബ്സ്ട്രാക്ഷനുണ്ട്, ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനുണ്ട്. ഇതിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇനി ഏതിനാണ്? ഡിവിഷനാണ്. ഡിവിഷനിലേക്ക് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മളിനി അടുത്ത സ്റ്റെപ്പിലായിട്ട് ചെയ്യുന്നത് 27 / 9 എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അതായത് ഈ ഒരു ഭാഗത്തെയാണ് നമ്മളിനി എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. ഡിവിഷനുള്ള ഭാഗമാണ് ഇനി അടുത്ത പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ 27 / 9 ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. നമ്മുടെ ഇക്വേഷൻ 3 + 15 - 5 × 2 എന്നാകും. ഇപ്പോൾ നമ്മുടെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇനി മൾട്ടിപ്ലിക്കേഷനാണ്. അതായത് ഈ ഒരു ഭാഗത്തുള്ള കാര്യം ഇനി നമ്മൾ ചെയ്യണം. അവിടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ 3 + 15 - 10 എന്നായിട്ട് മാറുന്നു. ആ ഒരു വലിയ ഇക്വേഷനെ നമ്മൾ 3 + 15 - 10 എന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഇത്തരത്തിൽ ഒരു സബ്സ്ട്രാക്ഷനും അഡീഷനും മാത്രമാണ് വരുന്നെങ്കിൽ അവിടെ ബോഡ്മാസ് നിയമമൊന്നും പാലിച്ചില്ലെങ്കിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മൾ ബോഡ്മാസ് നിയമം പാലിക്കുന്നുകൊണ്ട് നമ്മളിവിടെ ബോഡ്മാസ് നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്റ്റെപ്പിൽ 3 + 15 - 10 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റെപ്പിൽ നമ്മുടെ കൈവശമുള്ളത് ഒരു അഡീഷനുണ്ട്, അതുപോലെ തന്നെ ഒരു സബ്സ്ട്രാക്ഷനുണ്ട്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അഡീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള കാര്യങ്ങളായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. 3 + 15 ചെയ്താൽ നമുക്ക് ഇവിടെ 18 കിട്ടും. -10 ചെയ്യുക, 8 എന്ന കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോബ്ലം നമുക്ക് ലഭിക്കുമ്പോൾ അവിടെ നമ്മൾ ബോഡ്മാസ് നിയമം അറിഞ്ഞുകൊണ്ട് ഈ ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ എന്നീ ഓർഡറിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി. അതിൽ തന്നെ ബ്രാക്കറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്വയർ ബ്രാക്കറ്റ് അതിനുള്ളിലായിട്ടായിരിക്കും കർലി ബ്രാക്കറ്റ് വരിക, അതിനുള്ളിലായിരിക്കും സ്മോൾ ബ്രാക്കറ്റ് വരിക. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യം ആദ്യം ചെയ്യണം, അതിനുശേഷം ഈ കർലി ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യം ചെയ്യണം, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ പുറത്തോട്ട് എന്ത് ചെയ്യുക? പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ എക്സാമ്പിൾ ഇതാണ്. ഇവിടെ എക്സാമ്പിളിൽ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ കർലി ബ്രാക്കറ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഒക്കെ ഉണ്ട്.
ഇത്തരത്തിൽ ഒരു പ്രോബ്ലം തരുമ്പോൾ ബോട്ട്മാസ് നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തു തുടങ്ങേണ്ടത് ബ്രാക്കറ്റുള്ള ഭാഗത്തു നിന്നാണ്. ഇവിടെ ബ്രാക്കറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് സ്ക്വയർ, അതിനുശേഷം കർലി, അതിനുശേഷം നമ്മൾ സ്മോൾ ബ്രാക്കറ്റ്. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിൽ നിന്ന് വേണം ചെയ്തു തുടങ്ങാൻ. ഇത്രയും ഭാഗം എടുത്തു നോക്കിയാൽ അവിടെ ഏറ്റവും ഉള്ളിലുള്ളത് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഈ ഒരു വലിയ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് ഈ കർലി ബ്രാക്കറ്റ് ഉൾപ്പെടുന്നത്. ആ കർലി ബ്രാക്കറ്റിനുള്ളിലാണ് ഈ സ്മോൾ ബ്രാക്കറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ആ സ്മോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പുറത്തോട്ട് വരുവാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ 5 - 8 + 4 എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു അഡീഷൻ ഉണ്ട്. അവിടെ വീണ്ടും നമ്മളൊരു ബോട്ട്മാസ് നിയമം അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അഡീഷനുള്ള ഭാഗങ്ങൾ ചെയ്യുക. അതായത് -8 + 4 ചെയ്താൽ നമുക്കവിടെ -4 എന്ന് കിട്ടും. 5 - 4 ചെയ്താൽ നമുക്കവിടെ 1 എന്ന് കിട്ടും. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം എന്തായി മാറും, 24 - 1 + 2 എന്നായിട്ട് മാറും. അതിനുശേഷം നമ്മളിനി ചെയ്യേണ്ടത് കർലി ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് 24 - 1 + 2 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക 25 എന്നതാണ്. അപ്പോൾ ഇവിടെ കർലി ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം പോയി അത് മൊത്തത്തിൽ 25 എന്ന് കിട്ടി. ഇനി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഈ 15 ഉണ്ട്, പ്ലസ് ഈ കർലി ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യമായി 25 ഉണ്ട്, അതുപോലെ തന്നെ മൈനസ് ഈ പുറത്തുള്ള 1 ഉണ്ട്. നമ്മുടെ ഇക്വേഷൻ 10 + സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ 50 + 25 - 1 - 4 എന്ന് ലഭിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 10 + 15 + 25 - 1 - 4 എന്ന ഈ ഒരു ഇക്വേഷനിൽ ഇനി നമ്മൾ ബ്രാക്കറ്റിനാണ്, ഇവിടെയും ബ്രാക്കറ്റ് ഉണ്ട്, നമ്മുടെ ഇക്വേഷനിൽ അഡീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സബ്സ്ട്രാക്ഷൻ ഉണ്ട്. ബോട്ട്മാസ് നിയമപ്രകാരം ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യം വേണം നമ്മൾ ഇനി ചെയ്യാനായിട്ട്. 15 + 25 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്നത് ഈ 15 + 25 ചെയ്യുക, അതായത് അഡീഷനാണ് ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ 40 എന്ന് കിട്ടും. തുടർന്ന് ഈ -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 39 എന്ന് കിട്ടും. അതിനുശേഷം പുറത്ത് 10 + 39 - 4 എന്നായി മാറുന്നു നമ്മുടെ ഇക്വേഷൻ. ആ ഒരു വലിയ ഇക്വേഷനെ നമ്മൾ 10 + 39 - 4 എന്നതിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് 10 + 39 ബോട്ട്മാസ് നിയമം വീണ്ടും അപ്ലൈ ചെയ്യുക. അഡീഷന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. 10 + 39 ചെയ്താൽ നമുക്കവിടെ 49 എന്ന് കിട്ടുന്നു. -4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഫൈനൽ ആൻസർ 45 വരുന്നു. ഇത്തരത്തിൽ അഡീഷനും അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷനും മാത്രമാണ് വരുന്നതെങ്കിൽ അവിടെ ബോട്ട്മാസ് നിയമം അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്തും. അതായത് 39 - 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 35 എന്ന് കിട്ടും. +10 ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക, 45 ആണ് കിട്ടുക. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ബോട്ട്മാസ് നിയമം തന്നെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ പ്രോബ്ലംസ് ഒക്കെ തരുമ്പോൾ നമുക്ക് വളരെ കറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു നിയമമാണ് ബോട്ട്മാസ് നിയമം എന്ന കാര്യം ഓർക്കുക. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റിനെ സൂചിപ്പിക്കുന്നു, ഒ എന്ന് പറയുന്നത് ഓഫിനെ സൂചിപ്പിക്കുന്നു, ഓഫ് എന്ന് പറഞ്ഞാൽ സിംപ്ലി മൾട്ടിപ്ലിക്കേഷനാണ്, ഡി എന്ന് പറയുന്ന ഡിവിഷനെ, എം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനെ, എ എന്ന് പറഞ്ഞാൽ അഡീഷനെ, എസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷനെ. എഴുതുന്ന അതേ ഓർഡറിൽ തന്നെയായിരിക്കണം പ്രോബ്ലം ചെയ്തു പോകുന്നത്. നമ്മുടെ പ്രോബ്ലത്തിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഓഫ് ഉണ്ട്, ഡിവിഷനുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബ്രാക്കറ്റിനായിരിക്കും. തുടർന്ന് ഓഫിന് കൊടുക്കും, തുടർന്ന് ഡിവിഷന് കൊടുക്കും, തുടർന്ന് മൾട്ടിപ്ലിക്കേഷന് കൊടുക്കും, തുടർന്ന് അഡീഷന് കൊടുക്കും, തുടർന്ന് സബ്സ്ട്രാക്ഷൻ കൊടുക്കും. ആദ്യം നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റിനുള്ളിലുള്ള കാര്യം, അത് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യും, അത് ചെയ്തതിന് ശേഷം ഡിവിഷൻ ചെയ്യും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും, അഡീഷൻ ചെയ്യും, സബ്സ്ട്രാക്ഷൻ ചെയ്യും എന്നീ കാര്യങ്ങൾ ഓർക്കുക. ഇനി ബ്രാക്കറ്റിനുള്ളിൽ തന്നെ വിവിധ തരത്തിലുള്ള ബ്രാക്കറ്റുകൾ നമ്മൾ പഠിച്ചു. അതിലാദ്യമായിട്ട് ഈ ഒരു റൗണ്ട് ബ്രാക്കറ്റ്, അതിന് മുകളിലായിട്ട് കർലി ബ്രാക്കറ്റ്, അതിന് മുകളിലായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു റൗണ്ട് ബ്രാക്കറ്റിനാണ്, തുടർന്ന് ഈ ഒരു കർലി ബ്രാക്കറ്റിന്, തുടർന്ന് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പുറത്തോട്ട് വരിക എന്നതാണ് അവിടെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോട്ട്മാസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ നിയമം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ്, കാൽക്കുലേഷൻ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ധാരാളം നമ്മൾക്ക് ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ നിയമം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ നിയമം പഠിച്ചു വെക്കുക. ഞാൻ ഈ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്തിയ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാകാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തികച്ചും സൗജന്യമായിട്ട്. അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ എപ്പോഴാണോ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും.
ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളുമാണ്. ഇത്രയും നാൾ നൽകിയ നല്ല സപ്പോർട്ടിനും നല്ല അഭിപ്രായത്തിനും ഒരാൾ നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു.